രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പോലീസിന്റെ ആവശ്യം, പ്രോസിക്യൂഷന്റെ ആവശ്യം, കോടതി അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ SITയുടെ കസ്റ്റഡിയിലാണ്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് SIT ആവശ്യപ്പെട്ടിരുന്നത്, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു എന്ന് വേണം കരുതാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളി എന്ന് കൂടി അതിനെ വായിക്കേണ്ടി വരും. റോഷിപാൽ 16-നാണ് സ്മൃതി. 16-ാം തീയതി മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുള്ളൂ. 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാന തീരുമാനം, കോടതി 3 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ആവശ്യമാണ്. ആദ്യഘട്ടത്തിൽ 5 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യമാണ് ഉന്നയിച്ചത്. പിന്നീട് പ്രതിഭാഗത്തിന്റെ വാദം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം പാലക്കാട്ടേക്ക് തിരുവല്ലയിലെ ഹോട്ടലിലടക്കം തെളിവെടുപ്പ് നടത്തണം. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അത് ഡിജിറ്റൽ എവിഡൻസ് ആണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്തണം. കാരണം ഇതിൽ ചാറ്റുകളുണ്ട്, ഒപ്പം മറ്റ് ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണുകളിൽ അങ്ങനെയുള്ള ഡിവൈസുകൾ കണ്ടെത്താൻ പരിശോധന ആവശ്യമാണ്. അങ്ങനെ അനിവാര്യമായ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകണം എന്നീ ആവശ്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് 3 ദിവസത്തേക്കാണ് തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനി 16-നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. 15 വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ടത്. 3ാമത്തെ പരാതി അത് ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നത്. ജി പൂങ്കുഴലിയുടെ നേതൃത്വമുള്ള പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ AR ക്യാമ്പിൽ, പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്കായിരിക്കാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ ജി പൂങ്കുഴലി അന്വേഷണ സംഘത്തിന്റെ മേധാവി SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ചോദ്യം ചെയ്യുക. നേരത്തെ ലഭിച്ച തെളിവുകൾ, ആ തെളിവുകൾ നിരത്തിയുള്ള ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലായിരിക്കും. അതിനൊപ്പം തന്നെ തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകണം തെളിവെടുപ്പിന്. അങ്ങനെ തെളിവ് ശേഖരണമാണ് മുഖ്യം. ആ കാര്യമാണ് പ്രോസിക്യൂഷൻ അന്വേഷണ സംഘത്തിന് വേണ്ടി കോടതിയെ ധരിപ്പിച്ചത്. തെളിവ് ശേഖരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അനിവാര്യമാണ്. പാലക്കാട്ട് കൊണ്ടുപോകണം, ഹോട്ടലിൽ കൊണ്ടുപോകണം, അവിടെ തെളിവെടുപ്പ് നടത്തണം. ഹോട്ടലിലാണ് ആ ക്രൂരമായ ബലാത്സംഗം നടന്നത്. ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ദേഹോപദ്രവം ഏൽപ്പിച്ചത് ഈ തിരുവല്ലയിലെ ഹോട്ടലിലാണ്. ഈ കോടതിക്ക് തൊട്ടപ്പുറത്തുള്ള ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോട്ടലാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ആ ഹോട്ടലിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എപ്പോഴാണെന്ന് വ്യക്തമല്ല. AR ക്യാമ്പിലേക്ക് ആദ്യം കൊണ്ടുപോയി അവിടെ ചോദ്യം ചെയ്യൽ നടത്താനാണ് സാധ്യത. കോടതി തീരുമാനം വന്ന്, പക്ഷേ ഇവിടെ കോടതിക്ക് പുറത്ത് വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരും DYFI പ്രവർത്തകരും പ്രതിഷേധം തുടങ്ങി. ഏറെ വൈകാതെ കോടതിയിൽ നിന്നും വാഹനം തടയാനായി DYFI പ്രവർത്തകരടക്കം വാഹനത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം ഈ നമ്പർ 1 കോഴി എന്ന ട്രോഫി ഉയർത്തി യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം വലിയ പ്രതിഷേധമാണ്. ഇപ്പുറത്ത് SFI പ്രവർത്തകർ വീണ്ടും പുതിയൊരു ബാനർ ഉയർത്തിയിരിക്കുന്നു. SFI പ്രവർത്തകർ മറ്റൊരു ബാനർ കൂടി ഇവിടെ ഉയർത്തി. വാഹനത്തിന് മുകളിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള ആക്രമണം, അതിപ്പോ ഏത് വമ്പനും കൊമ്പനായാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് ഇപ്പോൾ SFI ഉയർത്തുന്ന. ആ വാക്കുകൾ ഉയർത്തിയ ബാനർ ഉയർത്തിക്കൊണ്ട് അവർ പ്രതിഷേധം. അങ്ങനെ ഒപ്പം യുവമോർച്ച DYFI SFI പ്രവർത്തകർക്ക് ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ പ്രതിഷേധം തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കിക്കൊണ്ടുവരുന്ന വഴിയിലാകെ പോലീസ് ചുറ്റും നിന്ന് വഴിയൊരുക്കിയിട്ടുണ്ട്. സുരക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തേക്ക് കൊണ്ടുപോകാനായി വഴിയൊരുക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുണ്ട്. ഏതായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും കോടതിക്കകത്ത് ഇപ്പോൾ പല കാര്യങ്ങളും ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിനെതിരെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രേരിതമാണ് അറസ്റ്റ്, തന്നെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ, പ്രതികാര നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന ആരോപണം ഉയർത്തുന്നു. അങ്ങനെ ആരോപണങ്ങൾ ഉയർത്തി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ് അംഗീകരിച്ചത്. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന പ്രകാരം കസ്റ്റഡി 3 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടു നൽകിയിരിക്കുന്നു. പോലീസ് വാഹനം സജ്ജമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകാനായി. തൊട്ടപ്പുറത്ത് യുവമോർച്ച പ്രവർത്തകരും ഒപ്പം DYFI പ്രവർത്തകരൊക്കെ ശക്തമായ പ്രതിഷേധവുമായി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു.